വായിനോട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കാണ് എൻ്റെ വഴി കൂടെ പോവുക. ഇവനെ അടിച്ചെല്ലാം ശരിയാക്കി കൊണ്ടുവന്നു. ഇവൻ ഗൾഫിലായിരുന്നു. ഇവനെ ഏതാണ്ടൊക്കെ മയങ്ങുന്ന സാധനമൊക്കെ കള്ളിനകത്തൊക്കെ ചേർത്ത് ഇവൻ മോഹൻ സിംഗ് കുറേ എണ്ണം എല്ലാമായിട്ടിരുന്ന് കൊടുത്ത് എല്ലാം പൂസാക്കി വിട്ട്. എന്നിട്ട് ഇവിടെ അടുത്തൊരു ലാഹേ ജംഗ്ഷൻ പുന്നമൂട് അവിടെയുണ്ട്. അവിടെ വന്ന് ഇവൻ തല ഇറങ്ങി വീണ്. ഇവൻ്റെ പുറകിന് ആളും ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇവനെ പൊക്കിയെടുത്ത് വണ്ടിക്കകത്തിട്ട് നേരെ ലേക്ക് ഷോറിൽ കൊണ്ടുപോയിട്ട് തൊണ്ടയൊക്കെ കിഴിച്ച്, ബാലഭാസ്കറിൻ്റെ കൂട്ട് തൊണ്ടയൊക്കെ കിഴിച്ച്, ആരോടും സംസാരിക്കരുത്, പറയുന്നൊന്നും തിരിയരുത്, അങ്ങനെയൊക്കെയുള്ള ഇത് കണ്ടീഷനിലാക്കി കയ്യും കാലും ഒക്കെ കെട്ടി. എന്നിട്ട് കോമയാണെന്ന് പറയുന്നത് എല്ലാം അവിടെ കൊണ്ടിട്ട് എൻ്റെ ഗൾഫ് ഇൻഷുറൻസും 45 ലക്ഷം ഇവിടുത്തെ ഇൻഷുറൻസും ഒക്കെ വാങ്ങിച്ച് നല്ലപോലെ പുട്ടടിച്ചുകൊണ്ടിരിക്കുക ഇവന്മാർ. എന്നൊരു പെണ്ണുമ്പിള്ളയുണ്ട്, എൻ്റെ 3 ഇരട്ടിയുണ്ട് അവൾ. അവളിടയ്ക്ക് വന്നിട്ട് പോയി. ഇവനെ അവൾക്കൊന്നും വേണ്ട. ഇവനിങ്ങനെ ചണ്ടിയാക്കി വെച്ച് കളഞ്ഞേച്ച് എൻ്റെ എടുക്ക പേരുണ്ടാക്കി ഇനി അടുത്ത ഡ്രാമയുമായിട്ട് നടക്കുക. അവളെന്ത് ചെയ്യുന്ന അറിയത്തില്ല. ഒരു താടക ഭയങ്കരി ഉണ്ടൊരുത്തി. എൻ്റെ 3 ഇരട്ടിയുണ്ട് അവൾ. എന്നെ ഇങ്ങനെ അടിച്ച് വീർപ്പിക്കും. അതുകൊണ്ട് ഞാനിപ്പം ആഹാരം കഴിക്കുന്നേ ഇല്ല. എങ്ങനെയാണ് ഇവന്മാർ വീർപ്പിക്കുന്നതിൻ്റെ ഇതൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ നമ്മൾ വളരെ കുറച്ചേ ഇപ്പം കഴിക്കുന്നുള്ളൂ. ഉമ്മാരുടെ വേലകൾ. പിന്നിപ്പം എൻ്റെ ലെഫ്റ്റ് കിഡ്നിയിലോട്ട് എപ്പോഴും ഇങ്ങനെ ലേസർ അടിക്കുക, നമ്മുടെ മുഖം ഇതാക്കുക, നമ്മുടെ കാല് ശരിയാക്കാൻ, ഇങ്ങനെ പല പല വേലകളെ ഇവന്മാർ ലേസർ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് വേണം. നമ്മുടെ ഹിപ്പ് ഒക്കെ ഇവന്മാർ പല പല രീതിയിലുള്ള ഫ്രാക്ചേഴ്സൊക്കെ ഉണ്ടാക്കും ഇവന്മാർ. ഹിപ്പിന് പ്രശ്നം, നമ്മുടെ നീക്ക് പ്രശ്നം ഉണ്ടാക്കുക, സകല അസുഖങ്ങളും ഈ ലേസറും ഇതും ഉപയോഗിച്ചുണ്ടാക്കും. എന്നിട്ട് ഇവന്മാർ ലേസർ ഉപയോഗിച്ച് നമ്മുടെ ഒപ്റ്റിക് നെർവ്സിനെ, നമ്മുടെ കണ്ണിൻ്റെ നെർവ്സ്, നമ്മുടെ തലയിലേക്കൊക്കെയുള്ള നെർവ്സ്, നമ്മുടെ മുഖത്തോട്ടുള്ള നെർവ്സിനെയൊക്കെ കുറേ നേരത്തേക്ക് ഇങ്ങനെ പാരലൈസ് ചെയ്യിക്കുക. ചൂടടിക്കുമ്പം നമ്മുടെ നെർവ്സ് അറിയാമല്ലോ, അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ആ നെർവ്സിൽ കൂടെ ആണല്ലോ നമ്മുടെ ഇതൊക്കെ നടക്കുന്നത്. അതൊന്നും നടക്കാതെ നമ്മുടെ ഫേസ് സാഗ് ചെയ്യുക, ഇങ്ങനെ ഫൈൻ ലൈൻസ് വരിക, ലാഫ് ലൈൻസ്. പിന്നെ ചെവിയിലോട്ട് അടിക്കുക. ഈ ചെവിയുടെ ഭാഗത്തോട്ടൊക്കെ ഭയങ്കരമായിട്ടാണ് ലേസർ അടിക്കുന്നത്. ഭയങ്കര ചൂടായിരിക്കും അന്നേരം നമുക്ക് അറിയാം. അതുപോലെ ഇപ്പം തുടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ 2 കഴുത്തിൻ്റെ സൈഡിലോട്ട് അടിക്കും.